രാവിലെ എന്തൊക്കെയോ ബഹളം കേട്ടുകൊണ്ടാണ് ഹരി കണ്ണുകൾ വലിച്ചു തുറന്നത്. ഇതുവരെ നിശബ്ദത മാത്രമേ അവന്റെ ചുറ്റുമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ശബ്ദങ്ങൾ അവനെ ഭയപ്പെടുത്തുന്നു. കണ്ണുകൾ തുറന്നതും ആദ്യം കൺമുന്നിൽ തെളിഞ്ഞത് ലച്ചുവാണ്. അവന്റെ അപ്പുറത്തുള്ള ബെഡിലിരുന്ന് കരയുന്നുണ്ട്. സുഭദ്രയും മാറി നിന്ന് കരയുന്നുണ്ട്. രുദ്രൻ ആർക്കോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. തൊട്ടടുത്ത ഹാളിൽ നിന്ന് ആർക്കോ സംസാരിക്കുന്ന ശബ്ദം. ഹരിയുടെ കണ്ണുകൾ പേടികൊണ്ട് മിഴിഞ്ഞു. ഇന്നുവരെ ഇടിക്കാത്ത അത്ര വേഗത്തിൽ അവന്റെ ഹൃദയം ഇടിച്ചു. കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകൾ അവന്റെ ചെവിയിൽ മുഴങ്ങി. ചുറ്റും ഒരുപാട് സംസാരം അവൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അവന്റെ ചെവിയിലേക്ക് കയറുന്നില്ല. ഒരു തിരക്ക് മാത്രം, ഒരു ബഹളം, ഒന്നും മനസ്സിലാവാത്ത പോലെ. ഏട്ടാ, ഹരി കണ്ണു തുറന്ന് അവരെയൊക്കെ മാറി മാറി നോക്കുന്ന കണ്ടാണ് ലച്ചു ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് നടന്നു ചെന്നത്. ലച്ചുവിന്റെ വിടയിൽ ഒന്ന് ഞെട്ടിക്കൊണ്ട് ഹരി ഒരു വെപ്രാളത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. കുഞ്ഞി മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങി. ഏട്ടാ, കുറച്ചു മുൻപ് ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞതാ. ലച്ചു കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഹരി അവന്റെ കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചു. നീറി ഉരുകി തീർന്നതിന് കുറച്ച് ശമനം കിട്ടിയതുപോലെ, ഒരൽപ്പം ആശ്വാസം കിട്ടിയ പോലെ. ഇനി പേടിക്കാനൊന്നുമില്ല ഏട്ടാ, എല്ലാം ശരിയാകും. ലച്ചു കണ്ണുകൾ തുടച്ചുകൊണ്ട് പറയുമ്പോൾ ഹരി ഒന്ന് മൂളി. കണ്ണിന്റെ മുന്നിൽ അവളെ കാണാൻ കിട്ടുന്നത് വരെ ഒരു സമാധാനക്കേട് തന്നെയാണ്. ഇപ്പോഴും നെഞ്ചി ശക്തിയിൽ ഇടിക്കുന്നുണ്ട്. അതവന്റെ കുഞ്ഞിപ്പെണ്ണിനെ കാണുന്നത് വരെ അതുപോലെ തന്നെ ഉണ്ടാകും. കണ്ണിൽ അവളെ കണ്ടാൽ മാത്രമേ മനസ്സിന് സമാധാനം കിട്ടൂ. ഹരി, ഇനി പേടിക്കാനൊന്നുമില്ല. ജീവൻ നമുക്ക് തിരിച്ചു കിട്ടി. ബാക്കിയൊക്കെ ഇനി ദൈവത്തിന്റെ കയ്യിലാണ്. കൈയിലും കാലും തലയ്ക്കുമൊക്കെ പരിക്കുള്ളതുകൊണ്ടാണ് ദേവേന്ദ്രൻ അങ്ങനെ പറഞ്ഞത്. അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. ആ ശരീരത്തിൽ ഒരിറ്റ് ജീവൻ കിട്ടിയാൽ മതി അച്ഛാ. ഞാൻ എങ്ങനെ വേണമെങ്കിലും നോക്കിക്കോളാം. എനിക്ക് തന്നാ മതി. ഞാൻ മരിക്കുമ്പോഴും എന്റെ കൺമുന്നിൽ ഉണ്ടായാൽ മതി. ഹരിയുടെ കണ്ണുകൾ മാത്രമല്ല, അവന്റെ വാക്കുകൾ കേട്ട് ആ റൂമിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞിരുന്നു. അളിയനെവിടെ? ഹരി ലച്ചുവിനെ നോക്കി ചോദിച്ചു. ഈ ബഹളത്തിനിടയ്ക്ക് അവന് മാത്രം അവൻ കണ്ടില്ല. ഡോക്ടർ വിളിച്ചിട്ട് അങ്ങോട്ട് പോയതാ. കുഞ്ഞിയുടെ വിവരങ്ങൾ പറയാനാകും. ലച്ചു ഹരിയുടെ അടുത്ത ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് പറയുമ്പോൾ ഹരി ഒന്ന് മൂളി. പിന്നെ കണ്ണുകൾ മുകളിലേക്കാക്കി കിടന്നു. എത്ര ദിവസം ഈ കിടപ്പ് കിടന്നാലാണ് അവന്റെ കുഞ്ഞു പെണ്ണെ അവന് കാണാൻ കിട്ടുക എന്നൊരു ചിന്ത മാത്രമായിരുന്നു അന്നേരം അവന്റെ മനസ്സിൽ. കൈയും കാലുമിട്ടടിക്കുന്ന റോഷ്നിയുടെ കയ്യിൽ റയൻഷ് മുറുക്ക പിടിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നതിനൊപ്പം അവന്റെ മുഖത്ത് വല്ലാത്തൊരു പേടിയും വെപ്രാളവും നിറഞ്ഞു നിന്നിരുന്നു. വേദന കൊണ്ടാണോ അതോ അവളെ ഇങ്ങനെ അടക്കി പിടിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. അവൾ ഉറക്കെ നിലവിളിക്കുന്നത്. ഡോക്ടറും നേഴ്സുമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും ഓരോ മരുന്ന് കൊടുക്കുന്നത് നമുക്ക് റയൻഷ് ഇത്തിരി പേടിയോടെ നോക്കി നിന്നു. ഇഞ്ചക്ഷൻ വെച്ചോളൂ. അടങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു. നേഴ്സ് ഇഞ്ചക്ഷൻ വെച്ചതും റോഷ്നിയുടെ കൈകളുടെയും കാലിന്റെയും അനക്കം നിന്നു. അവളുടെ ശബ്ദം നിലച്ചു. അടഞ്ഞു പോകുന്ന കണ്ണുകളോടെ അവൾ റയാൻഷിന്റെ മുഖത്തേക്ക് നോക്കി. ഉപബോധം മനസ്സിൽ അവനെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ അറിയില്ല, ആ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി ഒഴുകിയിറങ്ങി. കുഞ്ഞി. ആ രണ്ട് കണ്ണുകളും ഒരുപോലെ അടഞ്ഞപ്പോൾ അവൻ ഇടർച്ചയുടെ വേദനയിലൊന്ന് വിളിച്ചു. ഇല്ല, ഒരനക്കവുമില്ല. കണ്ണുകൾ പൂർണ്ണമായും മടച്ചുകൊണ്ട് അവളൊരു മയക്കത്തിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ട്. റയാൻഷ്. ഡോക്ടർ വിളിച്ചപ്പോൾ റയാൻഷ് നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. ദേവേന്ദ്രന്റെ ഒപ്പം പഠിച്ച ആളാണ് റോഷ്നി നോക്കുന്ന ഡോക്ടർ. അതിന്റെ ഒരു പരിചയമുള്ളത് കൊണ്ട് ഒരു സമാധാനമുണ്ട് എല്ലാവർക്കും. ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ കാരണവും അതാണ്. വരൂ, ഇങ്ങോട്ടിരിക്കാം. ഡോക്ടർ പറഞ്ഞതും മുന്നോട്ട് നടക്കുമ്പോൾ റോഷ്നി ഒരിക്കൽ കൂടെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നു. പേടിക്കാനൊന്നുമില്ലടോ. ആക്സിഡന്റ് നടന്ന നിമിഷത്തിൽ നിന്ന് തന്റെ പെങ്ങൾ ഒരു സെക്കൻഡ് പോലും മുന്നിലേക്ക് വന്നിട്ടില്ല. ആ ഒരവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും കാർ ഇടിച്ചതും റോഷ്നി റോഡിലേക്ക് തെറിച്ചു വീണതും വേദനിച്ചതും രക്തവും, അങ്ങനെ ആ നേരത്തുള്ള ഒരവസ്ഥ. ആ അവസ്ഥയിൽ റോഷ്നി പുറത്തേക്ക് വന്നിട്ടില്ല. അതിന്റെ ഓരോ എഫക്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം. ഡോക്ടർ പറയുമ്പോൾ റയാൻഷ് ഒന്നും മിണ്ടാതെ 1-2 നിമിഷം ആ ഇരിപ്പ് അങ്ങനെ തന്നെ ഇരുന്നു. ഇനി ഇത് മാറാൻ ഒരുപാട് സമയമെടുക്കുമോ അങ്കിൾ? റയാൻഷ് ദയനീയതയോടെ ചോദിച്ചു. മുന്നിലിരിക്കുന്നവരെയും ഡോക്ടർ വിഷമത്തോടെ നോക്കി. കൂട്ടുകാരന്റെ മകനെന്ന ബന്ധത്തിൽ ഒത്തിരി തവണ മുന്നിലുള്ളവനെയും ഇപ്പം മയങ്ങി നിൽക്കുന്നവളെയും ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അദ്ദേഹത്തെയും വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് റോഷ്നിയുടെ കാര്യങ്ങൾ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് മാത്രം നിന്നുകൊണ്ട് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അതിനൊരു ഉത്തരം പറയാൻ നമുക്ക് കഴിയില്ല. ചിലപ്പോ മണിക്കൂറുകൾ, ചിലപ്പോ ദിവസങ്ങൾ, ചിലപ്പോ മാസങ്ങൾ, അത്രയ്ക്ക് എടുക്കും. ഒന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ചിലപ്പോ ഇപ്പൊ തന്നെ പഴയതുപോലെ ആകും, ചിലപ്പോ സമയമെടുക്കും. അദ്ദേഹം പറയുമ്പോൾ റയാൻഷ് ഒന്നും മിണ്ടാതെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തല കുലുക്കി. ഉള്ളിൽ നിന്ന് വന്നൊരു സങ്കടം അവൻ ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ഒതുക്കി. അത്ര വലിയൊരു കുഴപ്പമൊന്നും റോഷ്നിക്കില്ല. ബ്ലഡ് തലയിൽ കെട്ടി നിൽക്കാത്തത് കൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. ആക്സിഡന്റ് ഷോക്ക്
അവളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അത് ശരിയാകും, അധികം വൈകാതെ ശരിയാകും. അതുവരെ ഇതുപോലെ ചില പ്രശ്നങ്ങൾ കാണിക്കും, അത്രയുള്ളൂ. ഇപ്പോ ശരീരം മരുന്നിനോടൊക്കെ പ്രതികരിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവാൻ കഴിയും. ഒരു ദിവസം ഐസിയുവിൽ കിടത്തിയ ശേഷം റൂമിലേക്ക് മാറ്റാം. പക്ഷേ നിങ്ങൾ നോക്കണം, കണ്ണു വെട്ടാതെ നോക്കിയിരിക്കണം. അതിന് പറ്റുമോ? പറ്റും. അദ്ദേഹത്തിന്റെ വാക്കുകൾ അവൻ ഉറപ്പോടെ മറുപടി പറഞ്ഞു. ഇടയ്ക്ക് ഇതുപോലെ ആള് വയലന്റ് ആകും, അലറി വിളിക്കും, എണീറ്റോടും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അത്രയുള്ളൂ. ഡോക്ടർ പറയുമ്പോൾ റയൻ തലയാട്ടി. എല്ലാം കഴിഞ്ഞ ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ ആകെ മൊത്തം ഒരു മരവിപ്പ് പോലെയാണ് തോന്നിയത്. മുന്നോട്ട് പോവാതെ ഹാളിലുള്ള ചെയറിൽ അവനിരുന്നു. ആരെയും കാണാനോ ഡോക്ടർ പറഞ്ഞത് ആരോടും പറയാനോ ഒന്നും അവന് വയ്യ. അതിനു പുറമെ ഹരിയെ കാണണ്ടേ, അവന്റെ മുഖത്തേക്ക് നോക്കണ്ടേ, അവനോട് വിവരം പറയണ്ടേ. സുഭദ്രയുടെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ സങ്കടമാണ് ഹരിയുടെ മുഖത്തേക്ക് നോക്കുന്നത്. അവന്റെ ആ കിടപ്പും നോക്കും കാണുമ്പോൾ ചങ്കിലൊരു കുത്തലാണ്. കിച്ചു. രുത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ റയൻഷ് മുഖം ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. ചുവന്നു കയറിയ റയൻഷിന്റെ കണ്ണുകൾ കണ്ടപ്പോൾ രുദ്രൻ അവന്റെ അടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു. അവൻ ചെയറിലേക്ക് ഇരുന്നതും റയൻഷ് ഡോക്ടർ പറഞ്ഞ ഓരോ കാര്യങ്ങളും പറഞ്ഞു. രുദ്രനൊന്നും മിണ്ടിയില്ല. ചുമരിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് കുറച്ചു നേരം ഇരുന്നു. റയൻഷ് മുഖം ചേരിച്ചു നോക്കുമ്പോൾ അവന്റെ ചെന്നിയിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നുണ്ട്. റയൻഷ് രുദ്രനിൽ നിന്നും കണ്ണുകൾ മാറ്റി നേരെയിരുന്നു. നിന്നെ കാണഞ്ഞിട്ട് ഹരി പറഞ്ഞു വിട്ടതാ എന്നെ. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം രുദ്രൻ പറയുമ്പോൾ റയൻഷ് ദയനീയമായി രുദ്രനെ നോക്കി. ഹരിയെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് അവൻ ഇവിടെ ഇരുന്നത് തന്നെ. അവനോട് എന്തു പറയുമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഇരുന്നത്. ഒന്നും പറയണ്ട, അവനായിട്ട് ഒന്നും അറിയില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞറിയണ്ടേ? അതെന്തായാലും കുറച്ച് കഴിയട്ടെ, അവനായി അറിയുമ്പോൾ അറിയട്ടെ. അങ്ങനെ കരുതി ആശ്വസിക്കാൻ പറ്റില്ല. നാളെ കുഞ്ഞ് റൂമിലേക്ക് മാറ്റും. രണ്ടുപേരെ 2 റൂമിൽ കിടത്താൻ അവൻ സമ്മതിക്കോ? ഇല്ലല്ലോ. അപ്പോഴവൻ അറിയില്ലേ? അറിയട്ടെ, അന്നേരം അറിഞ്ഞാ മതി. ഇപ്പൊ നമ്മളായി പറയണ്ട, അവനായി കണ്ടറിയട്ടെ. രുദ്രൻ പറയുമ്പോൾ അത് ശരിയാണെന്ന് അവനും തോന്നി. ഹരിയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ മനസ്സിൽ അവനോട് പറയാൻ പാകത്തിന് ആശ്വാസമുള്ള വാക്കുകൾ അവൻ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരുന്നു. അതവൻ അതുപോലെ തന്നെ പറഞ്ഞു. അപ്പോ നാളെ റൂമിലേക്ക് കിടത്തുവോ? ഹരിയുടെ ആശ്വാസം നിറഞ്ഞ ആ ചോദ്യം കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചൊന്ന് വരുത്തിയത് കൊണ്ട് റയൻഷ് തല കുലുക്കി. ഹരി മാത്രമല്ല, ചുറ്റും നിൽക്കുന്ന എല്ലാവരുടെയും മുഖത്ത് ആശ്വാസം നിറയുന്നത് അവൻ കണ്ടു. ഈ റൂം വേണ്ട, ഇതിൽ 2 പേർക്ക് കിടക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു റൂം പറയാം. ഇതുപോലെ ബഹളങ്ങളൊന്നും വേണ്ട. നടുവിൽ ചുവരൊന്നും ഇല്ലാത്ത 2 ബെഡും ഒരുമിച്ചുള്ള ഒരു റൂം മതി. ഹരി റയാൻഷിന്റെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ റയാൻഷ് അതിരുന്ന് തല കുലുക്കി കാണിച്ചു. അതവൻ പറയാതെ തന്നെ അവൻ അറിയാം. വേറെ റൂമിൽ കിടത്താൻ ഹരി ഒരിക്കലും സമ്മതിക്കില്ലെന്ന് അവൻ മുൻകൂട്ടി കണ്ടതാണ്. വേണമെങ്കിൽ റോഷനിയെ വേറെ റൂമിൽ കിടത്തുന്നത് അവന് മറച്ചു വെക്കാം. പക്ഷെ വേണ്ട, എല്ലാം അവൻ അറിയട്ടെ. അതാണ് അതിന് ശരി. എന്താ നാളെ ആവാത്തത്? നാളെ രാവിലെയാണോ റൂമിലേക്ക് കിടത്താ? വൈകുന്നേരം ആവാണ്ടാവും അല്ലേ? രാത്രി കിടക്കുമ്പോൾ ഹരി ചോദിക്കുന്ന കേട്ട് റയാൻഷ് ഒന്ന് മൂളി. ഹരിക്ക് വലിയ മുഖം കൊടുക്കാതെ റയാൻഷ് സെറ്റിയിൽ കിടന്നു. ലച്ചു അവന്റെ അടുത്തേക്ക് സംസാരിക്കാൻ വന്നപ്പോൾ റയാൻഷ് കണ്ണുകൾ അടച്ചുറങ്ങുന്ന പോലെ കിടന്നു. ഹരി അപ്പോഴും ഉറങ്ങാതെ കണ്ണുകൾ തുറന്ന് കിടക്കുകയാണ്. നാളെ അവന്റെ കുഞ്ഞിപ്പെണ്ണിനെ കാണാമെന്ന സന്തോഷത്തിൽ. കുഞ്ഞിപ്പെണ്ണെ, ഏതോ ലോകത്തെന്ന പോലെ ആ ശബ്ദം കേട്ടപ്പോൾ റോഷ്നി അവളുടെ കണ്ണുകൾ വലിച്ചു തുറന്നു. ചുറ്റും കാണുന്ന പരിചയമില്ലാത്ത കാഴ്ചകളിലേക്ക് അവളൊരു പകപ്പോടെ നോക്കി. റോഷ്നി. ഏതോ ലോകത്തെ പോലെയുള്ള ശബ്ദം കേട്ടപ്പോൾ റോഷ്നി ഒന്ന് മൂളി. പതിയെ കണ്ണുകൾ തുറന്നു. ചുറ്റും 1-2 നേഴ്സുമാരും ഡോക്ടർ നിൽക്കുന്നുണ്ട്. അവരുടെയൊക്കെ നോട്ടം അവളിൽ തന്നെയായിരുന്നു. റോഷ്നി കണ്ണുകൾ ചുറ്റും ഒന്ന് വട്ടം വീശി. റോഷ്നി ആരെയെ തിരിയുന്നത്? ഞങ്ങളൊക്കെ അറിയോ? ഡോക്ടർ ചോദ്യത്തിന് റോഷ്നി ഒന്ന് മൂളി. റോഷ്നിക്ക് അമ്മയെ കാണണോ? അച്ഛനെയോ ഏട്ടന്മാരെയോ അങ്ങനെ ആരെയെങ്കിലും കാണണോ? അതിനും റോഷ്നി ഒന്ന് മൂളി. അല്ലാതെ വാ തുറന്ന് ഒന്നും അങ്ങോട്ട് പറയുന്നില്ല. കണ്ണ് തുറന്ന് എല്ലാരെയും മാറി മാറി നോക്കുന്നുണ്ടെന്നതല്ലാതെ അവളൊന്നും മിണ്ടുന്നില്ല. ചോദിക്കുന്നതിന് ഒരു മുകളിൽ മറുപടി ഒതുക്കുന്നു. റോഷ്നിക്ക് ഞങ്ങളെയൊക്കെ അറിയാമോ? അവളുടെ ഉത്തരം കേൾക്കാൻ ഡോക്ടർ തല ഒരൽപ്പം കൂടെ അവിടെ അടുത്തേക്ക് ചാഞ്ഞുകൊണ്ടുവന്നു. റോഷ്നി അതിനൊന്നും മിണ്ടിയില്ല. എന്നെ റോഷ്നിക്ക് പരിചയമില്ലേ? ഞാൻ റോഷ്നിയുടെ അച്ഛന് സുഹൃത്തല്ലേ? റോഷ്നിയുടെ ഏട്ടന്റെ വിവാഹത്തിന് ഞാൻ വന്നിരുന്നു, ഓർക്കുന്നുണ്ടോ? ഡോക്ടർ റോഷ്നിയുടെ മുഖത്തിന് നേരെ ഒരൽപ്പം മുഖം താഴ്ത്തി ചോദിക്കുമ്പോൾ റോഷ്നി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഒന്ന് മൂളി. ഓർമ്മയുണ്ടെന്നാണോ ഇല്ലെന്നാണോ അവൾ മൂളിയതെന്ന് ആർക്കും മനസ്സിലായില്ല. പുറത്ത് റോഷ്നിയുടെ വേണ്ടപ്പെട്ടവരൊക്കെ നിൽക്കുന്നുണ്ട്. അവരെ അകത്തേക്ക് വിളിക്കട്ടെ? ഡോക്ടർ ആ ചോദ്യത്തിന് റോഷ്നി മൂളി. സമ്മതം പറഞ്ഞുകൊണ്ടുള്ള ഒരു മൂളൽ തന്നെയായിരുന്നു അത്. ഡോക്ടർ നേഴ്സിനെ നോക്കി. നേഴ്സ് പുറത്തേക്ക് പോയി. അവർ തിരിച്ചു വരുമ്പോൾ പിന്നാലെ സുഭദ്രയും ദേവേന്ദ്രനും രുത്തനും റയാൻഷും ഉണ്ടായിരുന്നു. 4 പേരും
അവളുടെ അടുത്തേക്ക് വന്ന് നീർന്നു നിന്നപ്പോഴാണ് റോഷ്നി അവിടെയൊക്കെ മുഖത്തേക്ക് നോക്കുന്നത്. പ്രത്യേകിച്ച് ആ മുഖത്ത് യാതൊരു മാറ്റവും ആരും കണ്ടില്ല. അവരെങ്ങനെ നോക്കിക്കിടന്നു, അത്രമാത്രം. കുഞ്ഞേ, അമ്മയുടെ കുഞ്ഞെന്താ ഒന്നും മിണ്ടാത്തേ? സുഭദ്ര റോഷ്നിയുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് വേദനയോട് ചോദിച്ചു. ഒരു നേരം വാ അടച്ചു വെക്കാത്തവളാണ്, അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കാത്തവളാണ്. ദിവസങ്ങളായി ഒന്നും മിണ്ടാതെ ഒരു കിടപ്പ് കിടക്കുന്നത്. വേദനിക്കുന്നുണ്ടോ? നെറ്റിയിൽ തലോടിയതും റോഷ്നിയുടെ മുഖം ചുളിയുന്ന കണ്ടപ്പോൾ ഒരു തരം പേടിയുടെ സുഭദ്രക്കായി പിന്നിലേക്ക് വലിച്ചുകൊണ്ട് ചോദിച്ചു. റോഷ്നി അതിനൊന്നും മൂളി. സുഭദ്ര പൊട്ടി വന്ന കരച്ചിൽ കടിച്ചു പിടിച്ചുകൊണ്ട് രുത്തിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഉള്ളിൽ ഓർമ്മയുണ്ടാകും, പക്ഷേ ആള് പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല. അതാണ് എല്ലാത്തിനും ഇങ്ങനെ മൂളുന്നത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. കൂട്ടത്തിലെ ഒരു സീനിയർ ഡോക്ടർ പറയുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ നോക്കി. റയാൻ റോഷ്നിയുടെ മുഖത്തേക്ക് നോക്കി. അവർ തന്നെ നോക്കി കിടക്കുകയാണ്. അവൻ മുഖം താഴ്ത്തി ആ നെറുകയിലൊന്നും മുത്തി. പേടിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ പുറത്തുണ്ട്. വേഗം ഞങ്ങളുടെ അടുത്തേക്ക് വായു. നിന്നെ കാത്ത് നിന്റെ ഹരി പുറത്തുണ്ട്. പറയിലും അവൾക്ക് നോക്കുമോ എന്നൊരു പേടിയില്ല. അവളുടെ നെറ്റിയിൽ ഒന്നുകൂടെ മുത്തി. റോഷ്നിയുടെ കൃഷ്ണമണികൾ ഒന്ന് ചലിച്ചു. അവൾ റയാൻഷിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ ചുവന്ന് കയറിയ ഞരമ്പുകൾ കാണുന്ന കണ്ണുകളിലും. ഇനി പുറത്തേക്ക് നിന്നോളൂ, വൈകുന്നേരം റോഷ്നി റൂമിലേക്ക് കിടത്താം. ഡോക്ടർ പറയുമ്പോൾ എല്ലാരും തല കുലുക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. പോകുന്ന പോക്കിൽ എല്ലാരും റോഷ്നി തിരിഞ്ഞു നോക്കി. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അവൾ എല്ലാരെയും നോക്കുകയാണ്. ആ നോട്ടം കണ്ടപ്പോൾ 4 പേരെയും നെഞ്ചിടിച്ചു. കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയതും നിറഞ്ഞു വന്ന കണ്ണുകളോടെ സുഭദ്ര ദേവേന്ദ്രന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ദേവേന്ദ്രനും കരഞ്ഞുകൊണ്ട് അവരെ ചുറ്റിപ്പിടിച്ചു. റോഷയുടെ ആ കിടപ്പും ആ നോട്ടവും അവരെയൊക്കെ പാടെ തളർത്തിയിട്ടുണ്ട്. കിച്ചുവേട്ടാ, റിയൻ ഹാളുള്ള ചേലേക്ക് തല താങ്ങിയിരുന്നപ്പോഴാണ് ലിച്ചുവിന് ശബ്ദം കേട്ടത്. അവൻ മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ പരിഭ്രമത്തോടെ അവരെ 4 പേരെയും നോക്കി സംശയത്തോടെ നിൽക്കുകയാണ്. ഹരിയുടെ ഒപ്പം ഇരിക്കാൻ പറഞ്ഞതല്ലേ നിന്നോട്, പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഉള്ളിലുള്ള വിഷമം കാരണമാണോ അറിയില്ല. അവന്റെ ശബ്ദം പതിവിലും ഉയർന്നു. ലിച്ചു ഒന്നും മിണ്ടാതെ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. ആ ചുണ്ട് വിതുമ്പിയതും റയൻ ചെറുതും എണീറ്റ് അവളെ മുറുക്കെ വാരി പുണർന്നു. കരയല്ലേ, നീയും കൂടെ കരഞ്ഞ് എന്നെ തളർത്തല്ലേ ശ്രീ? പറയുന്നതിനൊപ്പം അവളുടെ മുടിയിൽ അവൻ അമർത്തി അമർത്തി മുത്തി. നെച്ചു കരയാൻ മറന്നുകൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി ചുറ്റും നോക്കി. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കുന്നുണ്ടോ എന്നാണ് അവൾ നോക്കിയത്. അവിടെ നിൽക്കുന്നവരെല്ലാം അവരെ 2 പേരെയും നോക്കുകയാണെന്ന് കണ്ടതും ലച്ചു അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ മുഖം അമർത്തി. ഹരിയുടെ അടുത്ത് ആരാ? നെഞ്ചിൽ നിന്നും ലച്ചുവിനെ അകറ്റി അവളുടെ മുഖം തുടച്ചു കൊടുത്തുകൊണ്ടാണ് അവനത് ചോദിച്ചത്. ലച്ചു അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖം ആകെ ചുവന്ന് കയറിയിട്ടുണ്ട്. കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്. വല്യച്ഛനുണ്ട്. ലച്ചു പറയുമ്പോൾ റയൻ അവളെ തോളിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു. അന്നേരത്തെ സംഘത്തിൽ ദേഷ്യപ്പെട്ടതാ, സങ്കടായോ? മുന്നോട്ട് നടക്കുമ്പോൾ ലച്ചുവിനെ മുഖത്തേക്ക് മുഖം ചെരിച്ചു നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ലച്ചു അതിനൊന്നും മിണ്ടിയില്ല. ഒത്തിരി സങ്കടം തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോ ആ സങ്കടം പൂർണ്ണമായും അലിഞ്ഞില്ലാതെയായി. കുഞ്ഞിക്കെന്താ, ഭേദായില്ലേ? ലച്ചു അത് ചോദിക്കുമ്പോൾ അവളുടെ നെഞ്ചിടിച്ചു. ആർക്കും വലിയ തെളിച്ചമില്ല. എല്ലാരും ഒറ്റയ്ക്കിരുന്ന് കരയുന്നു, ഫോൺ വിളിക്കുന്നു, ഓടി നടക്കുന്നു. അങ്ങനെ ആർക്കും ഒരു ഉഷാറില്ല. കുഴപ്പമില്ല. കൂടുതലൊന്നും പറയാതെ ഒരൊറ്റ വാക്കിൽ അവൾക്കുള്ള മറുപടി അവൻ കൊടുത്തു. ലച്ചു വീണ്ടും എന്തോ ചോദിക്കാൻ തുടങ്ങിയതും അവനത് കേൾക്കാതെ ഹരി കിടക്കുന്ന റൂമിന്റെ വാതിൽ തുറന്നു. റൂം ശരിയാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് റൂം മാറാം. അപ്പോഴേക്കും കുഞ്ഞെ പുറത്തേക്ക് കിടത്തും. റയാൻഷിനെ കണ്ടതും എന്താ ചോദിക്കാൻ വാ തുറന്ന ഹരിയെ അതിനനുവദിക്കാതെ റയാൻഷ് അങ്ങോട്ട് പറഞ്ഞു. ആ വാക്കുകൾ ഹരിയെ ഒത്തിരി സമാധാനിപ്പിക്കുമെന്നും അവനൊത്തിരി ആശ്വാസമാകുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഹോ, സമാധാനായി. ഞാൻ റൂം കിട്ടിയില്ലേ കരുതി ടെൻഷൻ അടിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പഴാ സമാധാനായത്. ഹരി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുമ്പോൾ റയാൻഷ് ഒന്ന് മൂളിക്കൊണ്ട് ബാത്റൂമിൽ കയറി വാതിലടച്ചു. ഇനിയിപ്പോ 3-4 മണിക്കൂർ കഴിയണ്ടായി. ഹരി ലച്ചുവിനെ നോക്കി പറയുമ്പോൾ അവളൊന്ന് മൂളി. ഹരിയെ നോക്കി നിൽക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. റോഷ്നിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അവൾക്കറിയില്ല. മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ടെന്നുള്ള വിവരം അറിയാം. ജീവൻ ഇപ്പൊ കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ള ഒരു കാര്യവും അറിയില്ല. ബോധം വന്നോ? ആള് തിരിച്ചറിഞ്ഞ മിണ്ടിയോ? അങ്ങനെയൊന്നും അറിയില്ല. ആരും ഒന്നും പറയുന്നില്ല. അതിൽ തന്നെ എന്തോ ഉണ്ട്. നീ കുഞ്ഞിയെ കണ്ടോ? റയാൻഷ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഹരി നേരെ ചോദിച്ചു. അതാണ്. റയാൻഷ് ഒന്ന് മൂളിക്കൊണ്ട് ടവൽ കൊണ്ട് മുഖം തുടച്ചു. എന്തെങ്കിലും മിണ്ടിയോ? റയാൻഷ് ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമെന്ന് കരുതിയെങ്കിലും അവനായി ഒന്നും പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ ഹരി അങ്ങോട്ട് ചോദിച്ചു. നമ്മൾ ചോദിക്കാനൊക്കെ മൂളുന്നുണ്ട്, പക്ഷെ മറുപടി ഒന്നും വാ തുറന്ന് പറഞ്ഞില്ല. അതെന്താ? ലച്ചു ആണത് ചോദിച്ചത്. എന്തെങ്കിലും ചോദിക്കേണ്ടതല്ലേ? എന്തെങ്കിലും ഒരു വാക്ക്? അറിയില്ല. അതിനും അവനൊരു വാക്കിൽ മറുപടി കൊടുത്തു. ഹരിയും ലച്ചുവും പരസ്പരം ഒന്ന് നോക്കി.
കൂടുതലൊന്നും അവർ ചോദിക്കാതിരിക്കാൻ വേണ്ടി അവൻ അവന്റെ ഓഫീസിലെ ആർക്കോ വിളിച്ചുകൊണ്ട് ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഹരി ടെൻഷനോടെ ചോദിക്കുമ്പോൾ അവനൊരു പോസിറ്റീവായി ഉത്തരം നൽകാൻ കഴിയാതെ ലച്ചു അവന്റെ മുഖത്തേക്ക് നോക്കി. വൈകുന്നേരം റോഷനെ പുറത്തേക്ക് കിടത്തോളൂ. അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കുഞ്ഞിയെ കൊണ്ടുവരുന്നുണ്ട്. ആരോ വന്ന് പറയുന്നതിനൊപ്പം ഡോർ മുഴുവനായും തുറന്നു. ഹരി ഉയർന്ന നെഞ്ചിടിപ്പോടെ അങ്ങോട്ട് നോക്കി. സ്ട്രക്ചറിൽ കിടത്തിയ ഒരു രൂപം റൂമിലേക്ക് കൊണ്ടുവന്നു. ഹരി ബെഡിലിരുന്നുകൊണ്ട് അങ്ങോട്ട് നോക്കി. കണ്ണുകൾ അടച്ചു കിടക്കുകയാണ്. മുഖത്ത് മുറിവുകളുണ്ട്. മുഖം മാത്രമേ കാണാനുള്ളൂ, വേറെയൊന്നും കാണാനില്ല. പുതച്ചു കൊടുത്തിട്ടുണ്ട്. അവന്റെ തൊണ്ടയിലൂടെ ഒരു വേദന ഇറങ്ങിപ്പോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശബ്ദം ഉയർത്തി ഒന്ന് വിളിക്കണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. തൊണ്ട ഭയങ്കര വേദന. റോഷ്നി അവന്റെ തൊട്ടടുത്ത ബെഡിലേക്ക് കിടത്തി. രണ്ടുപേരുടെ ബെഡും ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. അല്ലാതെ ഇടാൻ ഹരി സമ്മതിക്കില്ല. റോഷ്നിയെ അവിടെ കിടത്തിയതും ഹരി അവളെ മൊത്തത്തിലൊന്ന് നോക്കി. ദിവസങ്ങൾ കൊണ്ട് അവൾ ഒരുപാട് ക്ഷീണിച്ച പോലെ. അവൻ വലത്തെ കൈ നീട്ടി അവളെ തലയിൽ നിന്ന് തലോടി. തലയ്ക്കായിരുന്നു വലിയ മുറിവ്. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഹരിയെ നോക്കി റയാൻഷ് പറയുമ്പോൾ ഹരി ചുറ്റും നോക്കി. അവിടെ കുടുംബക്കാർ ഒരുവിധപ്പെട്ട എല്ലാവരും ഉണ്ട്. ഹരിയുടെ വീട്ടുകാരും ഉണ്ട്. അവൻ മുഖം അമർത്തി തുടച്ചു. റോഷ്നി, ഹരി പതിയെ ഒന്ന് വിളിച്ചു. ആ കണ്ണുകളൊന്ന് ഇളകിയോ? ഇളകിയെന്ന് തോന്നുന്നു. എല്ലാരും പരസ്പരം ഒന്ന് നോക്കി. ലച്ചു വാ പൊത്തി പിടിച്ചു നിൽക്കുവാണ്. റോഷ്നിയുടെ ആ കിടപ്പ് സഹിക്കാൻ കഴിയാത്ത പോലെ. റയാൻഷ് അവളെ അവനെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. റോഷ്നി, ഹരി ഒന്നുകൂടെ വിളിച്ചു. വിളിക്കാനൊന്നും വയ്യ. ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല. പക്ഷെ റോഷ്നി കണ്ണുകൾ തുറന്നു എല്ലാരെയും നോക്കി. കുടത്തിൽ ഹരിയെ നോക്കി. അവനിലെത്തിയപ്പോൾ അവളുടെ കണ്ണുകൾ നിശ്ചലമായി. ആ കണ്ണുകൾ നിറഞ്ഞു ഒഴുകി. സംസാരിക്കാൻ പാടുന്ന ഡോക്ടർ പറഞ്ഞത്. തലയ്ക്ക് സ്ട്രെയിൻ കൊടുക്കണ്ട. റോഷ്നി എന്തോ പറയാൻ വന്നതും തൊട്ടടുത്തത് നേഴ്സ് പറഞ്ഞു കൊടുത്തു. റോഷ്നി എന്തോ പറയാൻ വന്നേയുള്ളൂ. പൂർത്തിയാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എല്ലാരും കരഞ്ഞുകൊണ്ട് അവളെ നോക്കുമ്പോൾ അവളുടെ തുറന്ന കണ്ണുകൾ പതിയെ അടഞ്ഞു. ആ കണ്ണിൽ ഒരു തളം കിട്ടിയ അവസാനത്തുള്ളിയും അവളെ ചെന്നിലൂടെ ഒഴുകിയിറങ്ങി. എല്ലാരും വേദനയുടെ ആ കാഴ്ച നോക്കി നിന്നു.